നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗോപി സാറേ, സാറ് പേടിക്കണ്ട. ഞാൻ സാറിനോട് ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ അറിയിക്കാനാ വന്നത്. എടോ, ഞാൻ ഈ കമ്പനിയുടെ പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം തനിക്കറിയില്ലേ? പ്രസിഡന്റിന്റെ ക്യാബിനിലേക്ക് കയറി വരുമ്പോ പാലിക്കേണ്ട മര്യാദ താൻ മറന്നുപോയി. ഗോപി സാറേ, ഒന്നും മറക്കുന്നവനല്ല ഈ ശേഖരൻ. സാറെന്തിനാ എന്റെ മുന്നിൽ അഭിനയിക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. സാറെന്നെ ഭയക്കേണ്ടതില്ല. അന്നും ഇന്നും ശേഖരൻ സാറിന്റെ വിശ്വസ്തൻ തന്നെയാ. ശ്രീദേവി മോള് കാനഡയിൽ നിന്നും വന്ന വിവരം സാർ അറിഞ്ഞിട്ടുണ്ടാവും. ഒരു കണക്കിന് ആ കുഞ്ഞ് വന്ന നന്നായി എന്നേ ഞാൻ പറയൂ. ഒന്നും കാണാതെ ആ കുട്ടി ഇത്രയും ദൂരം വരില്ലല്ലോ. എന്തായാലും ശ്രീദേവി മോള് പാർവതി മോൾക്ക് നല്ല സപ്പോർട്ട് തന്നെ ആയിരിക്കും. പിന്നെ കമ്പനിയിലാകെ മാറ്റങ്ങൾ വരാൻ പോവുക. ഗോപി സാറിന്റെയും പ്രഭാവതി മാഡത്തിന്റെയും കാലാവധി കഴിയുകയാണ്. ഇനി കമ്പനി നയിക്കുന്നത് വിശാലും പാർവതിയും ചേർന്നായിരിക്കും. ഇതെല്ലാം ചിലപ്പോ ഇവിടെ ആരും സാറിനെ അറിയിച്ചെന്ന് വരില്ല. അതുകൊണ്ടാ ഞാനായിട്ട് സാറിനെ അറിയിച്ചത്. ഞാനങ്ങോട്ട് പൊയ്ക്കോട്ടെ സാർ. ശേഖര, ഇയാള് ശേഖര മേനോൻ എന്നല്ലേ പറഞ്ഞത്? ആ, അതെ, ഞാൻ ശേഖരമേനോൻ തന്നെയാ. എങ്കിൽ എനിക്ക് ആ പഴയ ശേഖര മേനോനെ ഒന്ന് കാണണം. ശേഖര മേനോനെ. ഗോപി സാറേ, മേനോനെ, എന്തിനീ വേഷപ്പകർച്ച? ചോദിച്ചത് കേട്ടില്ലേ? എന്തിനീ വേഷപ്പകർച്ചയെന്ന്? കൊല്ലാനോ? ആരെ കൊല്ലുന്ന കാര്യമാ ശേഖരമേനോൻ പറയുന്നത്? പ്രഭാവതിയെ. പ്രഭാവതിയെയോ? എന്തിന്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.